മോർ അബ്ദുൽ മിശിഹ പാത്രീർക്കീസ് സുറിയാനിക്കാരുടെ പാത്രീർക്കീസ് ആയിരുന്നു. അദ്ദേഹം വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളുടെ ഇരയായിരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുകയും 1904 അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാകുകയും ചെയ്തു. സ്ഥാനഭ്രഷ്ടനായ നിലയിൽ അദ്ദേഹം കേരളത്തിൽ വരികയും മെത്രാൻ കക്ഷി അഥവാ ഇപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ എന്ന് വിളിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി അനധികൃതമായി ഒരു കാതോലിക്കായെ വാഴിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വിഷയത്തെ പറ്റിയും സത്യത്തെ മറച്ചുവെച്ചുകൊണ്ട് സത്യത്തിന് നിരക്കാത്ത വിധത്തിൽ ഇത് പുനരാവിഷ്കരിക്കുകയും ചെയ്തു വരുന്നതായി കാണുന്നു. മോർ അബ്ദുൽ മിശിഹായെ സ്ഥാനഭ്രഷ്ടനാക്കിയത് എന്തുകൊണ്ടായിരുന്നു? മോർ അബ്ദുള്ള പാത്രീർക്കീസ് വട്ടശ്ശേരിൽ മെത്രാനെ മുടക്കിയത് റദ്ദാക്കുവാൻ സ്ഥാനഭ്രഷ്ടനായ മോർ അബ്ദുൽ മിശിഹായ്ക്ക് അധികാരം ഉണ്ടായിരുന്നു? ഈ രണ്ട് ചോദ്യങ്ങളെയാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മോർ അബ്ദുൽ മിശിഹായെ പറ്റിയും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റിയും അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി അതിനുശേഷം അദ്ദേഹത്തിന്റെ വ്യാപാരങ്ങൾ അത് എവിടെ പോയി, എന്തു ചെയ്തു മുതലായവ മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ തുർക്കി സിറിയയിലെ പരിതസ്ഥിതികൾ അല്പം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ ഞാൻ ജിയോഗ്രഫി ലെസൺ തരുവാണെന്ന് വിചാരിക്കല്ലേ. ദിസ് ഇസ് just a very, very brief summary of the historical and political background in which these dramas came on stage. ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. അവരുടെ മേൽക്കോയ്മയ്ക്കായി അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രദേശങ്ങൾ പങ്കുവയ്ക്കുന്നത് അവരുടെ ഒരു ശീലമായിരുന്നു. തുർക്കി ഒരു നയതന്ത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും അന്നത്തെ സാമ്രാജ്യ ശക്തികളായിരുന്നതിനാൽ അവർ മെഡിറ്ററേനിയൻ കടലിൽ കൂടുതൽ അധികാരം ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസ് 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ തൊട്ട് അവസാന കാലഘട്ടം വരെയുള്ള സമയത്താണ് സൂയസ് കനാൽ നിർമ്മിക്കുന്നത്. അതിനുശേഷം അതിൽ കൂടി മെഡിറ്ററേനിയൻ കടലിനെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഫ്രാൻസ് തുർക്കികളാൽ അടിച്ചമർത്തപ്പെട്ട റോമൻ കത്തോലിക്കരെ സഹായിക്കുവാൻ വെമ്പൽ കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അതേസമയം ഗ്രീസ് എന്ന രാജ്യം, പുറകോട്ട് പോയാൽ ഗ്രീസ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഈ പിങ്ക് കളറാണ് ഒട്ടോമൻ എംപയർ, തുർക്കികളുടെ രാജ്യം. അത് കൂടാതെ ആ പിങ്ക് ഭാഗം കൂടാതെ മഞ്ഞ കളറിലുള്ള ഭാഗം മുഴുവനും ഒട്ടോമൻ എംപയറിന്റെ ഭാഗമായിരുന്നു. അതായത് ഈജിപ്റ്റ്, ട്യൂണീഷ്യ, അൾജീരിയ, പിന്നെ യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗങ്ങൾ, ബോസ്നിയ ഹെർസഗോവിന, സെർബിയ, ബൾഗേറിയ, റുമേനിയ, ഗ്രീസ്, ഇവിടമെല്ലാം ഒട്ടോമൻ തുർക്കികളുടെ കീഴിലായിരുന്നു. അപ്പോൾ പല സാമ്രാജ്യ ശക്തികളും അവിടെ അധികാരവും മേൽക്കോയ്മയും സ്വായത്തമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. നാലാമത്തെ പോയിന്റ്, ഗ്രീസ് തുർക്കികളിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്നു. ഗ്രീസ് സുറിയാനിക്കാരെ പോലെ ഒരു ഓർത്തഡോക്സ് സഭ വിശ്വാസികളായിരുന്നു. അവരെയും തുർക്കികൾ അടിച്ചമർത്തി അനാറ്റോളിയ, അതായത് ടർക്കിയുടെ ആ ഭാഗത്തെയാണ്, ഈ പിങ്ക് കളറിലുള്ള ഭാഗത്തെയാണ് അനാറ്റോളിയ എന്ന് വിളിക്കുന്നത്. അനാറ്റോളിയയിലും ഗ്രീസിലും ഈ കൊച്ചായിട്ട് കിടക്കുന്ന പല ദ്വീപുകളിലും, ക്രീറ്റ് എന്ന് പറയുന്ന വലിയ ദ്വീപിലും സൈപ്രസ് എന്ന് പറയുന്ന വലിയ ദ്വീപിലും പരന്നു കിടക്കുകയായിരുന്നു ഗ്രീക്കുകാരുടെ പ്രവിശ്യകൾ. അവിടെയെല്ലാം തുർക്കികൾ ഭരിച്ചിരുന്നതിനാൽ അവർ വളരെ ഞെരുക്കപ്പെട്ട ജനമായിരുന്നു. അതുകൊണ്ട് ഗ്രീസ് തുർക്കികളിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് ആരെ തങ്ങളുടെ സഹായത്തിന് വിളിക്കണം എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അഞ്ചാമത്തെ പോയിന്റ്, റഷ്യ, അവരും ഓർത്തഡോക്സുകാരാണ്. അവർ ഗ്രീസിനെ സഹായിക്കുവാൻ ആഗ്രഹിച്ച് മുൻപോട്ട് വന്നു. പക്ഷേ ആ കൂട്ടത്തിൽ തെക്കോട്ട് അവരുടെ പ്രവിശ്യകൾ വ്യാപിപ്പിക്കുവാൻ അവർ ആഗ്രഹിച്ചു കൊണ്ടുവരുന്നു. അതേസമയം ബ്രിട്ടൻ മെഡിറ്ററേനിയൻ കടലിനെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിച്ചു. കാരണം സൂയസ് കനാൽ വന്നതോടുകൂടി അവർക്കും മെഡിറ്ററേനിയൻ കടലിൽ അവരുടെ സ്വാധീനം ഫ്രാൻസിനേക്കാൾ കൂടുതൽ, പ്രത്യേകിച്ചും ഫ്രാൻസിനേക്കാളും റഷ്യയെക്കാളും കൂടുതലാക്കാൻ അവർ ആഗ്രഹിച്ചു. കാരണം
അവർക്ക് ഇന്ത്യയിലേക്ക് ഏറ്റവും എളുപ്പം എത്തുവാനുള്ള ഒരു മാർഗമായിരുന്നു ഈ സൂയസ് കനാൽ. നമുക്കിവിടെ കാണാം, ഈജിപ്തിലെ കൈറോ ആ ഭാഗത്തായിട്ട് ആയിരുന്നു സൂയസ് കനാൽ. അതിനാൽ ബ്രിട്ടീഷുകാര് അത് ആഗ്രഹിച്ചത് കൂടാതെ അവർക്ക് റഷ്യക്കാരെ എപ്പോഴും ഒരു ഭയമായിരുന്നു. റഷ്യക്കാർ അവരുടെ സാമ്രാജ്യം വിപുലീകരിക്കുമോ എന്ന് ഒരു ഭയമായിരുന്നു. അതുകൊണ്ട് അവരെ തടയുക എന്നതും അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു. നമ്മൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ യൂറോപ്യൻ സാമ്രാജ്യ ശക്തികൾ എല്ലാവരും റഷ്യയും സ്വാധീനം നേടുവാനും അധികാരം പ്രയോഗിക്കുവാനും ആഗ്രഹിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ടർക്കിയും, ഒട്ടോമൻ ടർക്കിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സിറിയ പാലസ്തീന പ്രദേശവും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലും. മതപരമായ സംഘർഷങ്ങൾ വളരെയായിരുന്നു ഈ പ്രദേശങ്ങളിൽ. ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യമായിരുന്നു അന്ന് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യം. അവർ റോമൻ കത്തോലിക്കരായിരുന്നു. അതുപോലെ തന്നെ ഫ്രാൻസ് വേറൊരു സാമ്രാജ്യ ശക്തി, അവരും റോമ കത്തോലിക്കർ. ബ്രിട്ടൻ അവർ പ്രൊട്ടസ്റ്റന്റുകാർ. ഗ്രീസ് അടിച്ചമർത്തപ്പെട്ട ജനം, പക്ഷെ ഓർത്തഡോക്സുകാർ വളരെ വീര്യത്തോടെ എപ്പോഴും ഒട്ടോമൻ തുർക്കികളെ എതിർത്തുകൊണ്ടിരുന്ന ഒരു രാജ്യം. റഷ്യ ഇതിലൊന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ല എങ്കിലും കടിഞ്ഞാണിട്ട് നിർത്തിയതുപോലെ വടക്കൻ ഭാഗത്ത് നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു. അതിൻ്റെതായ പല നേട്ടങ്ങളും ഓർത്തുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് റഷ്യയിരുന്നു. റഷ്യയിലെ ജനങ്ങൾ ഓർത്തഡോക്സുകാരായിരുന്നു. ഇതിന്റെ എല്ലാം നടുവിലാണ് ഒട്ടോമൻ ടർക്കി. അവർ ഇസ്ലാമിക രാജ്യമായിരുന്നു. എല്ലാവർക്കും അവരുടെ മതം, അതായത് ഈ യൂറോപ്യന്മാർക്കും റഷ്യക്കാർക്കും അവരുടെ പ്രത്യേകതരമായ മതം അല്ലെങ്കിൽ ഡിനോമിനേഷൻ തുർക്കിയിൽ പ്രചരിപ്പിക്കുവാനും അതിൽ കൂടി തുർക്കി ഗവൺമെന്റിനെയും അധികാരികളെയും പ്രദേശത്തെയും സ്വാധീനം ഉയർത്തുവാനും പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. ക്രിസ്ത്യാനികളെ തുർക്കികൾ അടിച്ചമർത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് അവർക്കെല്ലാം ന്യായമായി ആഗ്രഹമുണ്ടായിരുന്നു. നല്ല ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ എല്ലാവർക്കും തുർക്കികളോട് നയതന്ത്ര ബന്ധം അത്യാവശ്യമാണെന്ന് കണ്ട് അവരെ പ്രകോപിപ്പിക്കുവാനും അവർ തുനിഞ്ഞില്ല. കാരണം തുർക്കിയുടെ കച്ചവട പ്രാധാന്യം, സമൃദ്ധമായ വിഭവങ്ങൾ, ഗോതമ്പ് കലവറയായ ക്രൈമിയ ഇന്നത്തെ യുക്രൈനിന്റെ അന്നത്തെ പേരായിരുന്നു ക്രൈമിയയിൽ നിന്നും കപ്പലോട്ടം ഉണ്ടെങ്കിലേ ധാന്യങ്ങൾ പുറത്തോട്ട് വരികയുള്ളൂ. അതിനെ തുർക്കികൾ തടയാനായിട്ട് ഒരിക്കലും ഇടയാകത്തക്കവണ്ണം അവരെ പ്രകോപിപ്പിക്കരുത്. റഷ്യക്കാരെ തടഞ്ഞു നിർത്തുവാൻ തുർക്കിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവരും തെക്കോട്ട് വന്ന് മെഡിറ്ററേനിയൻ കടലിൽ അവരുടെ സ്വാധീനം സ്ഥാപിക്കും. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് യൂറോപ്യൻ സാമ്രാജ്യ ശക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ എല്ലാം ഇടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ തുർക്കിയും നിലകൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ അബ്ദുൽ മിഷിഹ പാത്രിയർക്കീസ് ആയിരുന്നത്. ഇതില് എന്തുകൊണ്ടാണ് കുർദുകൾ സുറിയാനിക്കാരെയും അർമീനിയക്കാരെയും കൂട്ടക്കൊല ചെയ്യുവാൻ ഇടയായത് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത് വളരെ സങ്കീർണമായ വിഷയമാണ്. അതിനാൽ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരില്ല. ഇത് വളരെ മറ്റ് പല കാര്യങ്ങളും അവഗണിച്ചുകൊണ്ട് ചെറിയതായി ഉണ്ടാക്കിയ ഒരു സമ്മറിയാണ്. ഒന്നാമതായി റഷ്യയും ടർക്കിയും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നു. അതിൽ റഷ്യ ജയിക്കുന്നു. തുർക്കി ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുന്നു, അവരുടെ പ്രവിശ്യകൾ പലതും. അതിൽ റഷ്യ ജയിക്കുന്നു, തുർക്കി ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അവരുടെ മുസ്ലിം അഭയാർത്ഥികൾ റഷ്യൻ പ്രദേശങ്ങളിൽ നിന്ന് ടർക്കിയിലേക്ക് ഇരച്ചു കയറുന്നു. അതിനാൽ തുർക്കി കോപാകുലരായി അർമേനിയക്കാരിൽ നിന്നും ഭൂമി ബലമായി പിടിച്ചെടുത്ത് അഭയാർത്ഥികൾക്ക് കൊടുക്കുന്നു. മുസ്ലിം കുർദികളുടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുവാൻ പരോക്ഷമായി അവർക്ക് അനുവാദം കൊടുക്കുന്നു. അങ്ങനെ മുസ്ലിം കുർദുകൾ അർമീനിയക്കാരുടെ മേലും ആ കൂട്ടത്തിൽ സുറിയാനിക്കാരുടെ മേലും അഴിച്ചുവിടുന്നത് തുർക്കിയിലെ അധികാരികൾ മൗന അനുവാദം കൊടുത്ത് അനുകൂലിക്കുന്നു. ഇത് കണ്ടില്ല എന്ന് നടിച്ച് അവരിരുന്നു.
ഭയങ്കര ദൃശ്യങ്ങൾക്ക് ദൃക്സാക്ഷിയായ അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസായ മോർ അബ്ദുൽ മഷിഹ, അദ്ദേഹത്തിന്റെ അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസായ മനസ്സിന്റെ സമനില തെറ്റി മദ്യത്തിന് അടിമയാകുന്നു. അതുമൂലം തന്റെ പാത്രിയർക്കീസ് എന്ന ചുമതലകളിൽ അനാസ്ഥനാകുന്നു. റോമിലെ മാർപ്പാപ്പായുടെ ഈ കാലഘട്ടത്തിൽ റോമിലെ മാർപ്പാപ്പായുടെയും ജെസ്യൂട്ട് മിഷനറിമാരുടെയും സിറിയ തുർക്കിയിലെ അധികാര സീമ അവർ കൂടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് സുരക്ഷയും സങ്കേതവും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ വാഗ്ദാനം നൽകി. അവരിൽ നിന്നും ചോദിച്ച മറുവില ഒന്ന് മാത്രമായിരുന്നു, അതായത് റോമിന്റെ കീഴിൽ വരിക. പക്ഷെ അവർക്ക് മറ്റൊരു കണക്കുകൂട്ടലൂടെ ഉണ്ടായിരുന്നു. സാധാരണക്കാരായ അർമേനികളോട് ഓരോരുത്തരായി റോമാസഭയുടെ കീഴിലേക്ക് വരിക എന്ന് പറയാം. അതിൽ കൂടുതലായി ഒരു സഭയുടെ മേലധ്യക്ഷനോട് ഇതിലും കൂടുതൽ മറുവില ചോദിക്കാം. അതിന്റെ അർത്ഥം സഭയെ മുഴുവനും റോമാസഭയ്ക്ക് കീഴിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെയുള്ള നേതാക്കന്മാരോട്, സഭയുടെ മേലധ്യക്ഷന്മാരോട് ആവശ്യപ്പെടാം. സമ്മർദ്ദത്തിന് വഴങ്ങി മോർ അബ്ദുൽ മശീഹ പാത്രിയർക്കീസ് കത്തോലിക്ക സഭയുമായി ചർച്ചകളിൽ ഏർപ്പെടുന്നു. ഇങ്ങനെയാണ് അന്ത്യോഖ്യയുടെ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ അതിന്റെ സുന്നഹദോസ് കൂടി മോർ അബ്ദുൽ മശീഹയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നത്. ഇത് വളരെയേറെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണോ നമുക്ക് സാധാരണയായി എല്ലാവർക്കും സഹാനുഭൂതി ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ഒരാൾ രോഗിയായി തീർന്നാൽ അതുമൂലം അയാളെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നാം. അതുകൊണ്ട് ഈ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയോ? ഇത് വളരെ സങ്കടകരവും പൊതുവെ ചർച്ച ചെയ്യുവാൻ പ്രയാസമുള്ള ഒരു വിഷയവുമായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് മാത്രമല്ല നടന്നത്. കാരണം നാട്ടുവർത്തമാനങ്ങളും കിംവദന്തികളും ആ കാലങ്ങളിൽ തന്നെ ആ പ്രദേശത്തെ സുറിയാനിക്കാരുടെ ഇടയിൽ പരന്നിരുന്നു. ജനങ്ങളിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. 1903 ഇത് ഒരു അടിയന്തര പ്രശ്നമായി തീരുകയും ചെയ്തു. അങ്ങനെയാണ് 1904 സഭയുടെ സുന്നഹദോസ് കൂടുന്നതും പാത്രിയർക്കീസിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതും. ഇതിനുശേഷം 2 വർഷത്തോളം സഭ വൈധവ്യത്തിൽ കഴിയുന്നു. ഇതിനെ നിഷ്പക്ഷമായി നോക്കിയാൽ പാത്രിയർക്കീസ് അനുഭവിച്ച മാനസിക ആഘാതം ഭയങ്കരവും സഹതാപത്തിന് അർഹവുമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സുറിയാനി സഭക്കാർ പൊതുവെ ഈ വിഷയത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നതിൽ നിന്നും വേദനയോടെ പിന്മാറി മൗനം അവലംബിച്ചു നിൽക്കുകയായിരുന്നു.